സ്നേഹം പുരട്ടിയ വാക്കുകളിലൂടെ സ്വന്തം മാതാപിതാക്കൾക്കെതിരെ കുട്ടികളോട് മാനിപ്പുലേഷൻ നടത്തുന്ന ചിലരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോനെ മോനെ എന്നും ചോറാണോടാ സ്കൂളിൽ കൊണ്ടുപോകുന്നത്? അമ്മയ്ക്ക് ജോലിയുള്ളതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ലായിരിക്കും അല്ലേ? മോള് മാത്രം എന്താ മോളെ സ്ലീപ്പ് ഓവറിന് വിടാത്തത്? അമ്മയ്ക്ക് മോളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ അതോ പേടിയായിട്ടാണോ? മോൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഡൈവോഴ്സ് കേസ് നടക്കുകയല്ലേ? എന്ത് ചെയ്യാനാടാ മോനെ, ചിലരങ്ങനെ സ്വന്തം സുഖം മാത്രം, മക്കളുടെ സന്തോഷമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഇനി വേറെ ചില ബന്ധുക്കളുണ്ട്. എടാ നിനക്കെന്നെ അറിയാമോ? എൻ്റെ അച്ഛൻ്റെ ആരാ ഞാൻ? ഇങ്ങനെ അറിയാനാ, അമ്മ അച്ഛൻ്റെ ആൾക്കാരെ അടുപ്പിക്കാറില്ലല്ലോ. മോളെ വേഗം വേഗം പോ, ഓടി ഫ്ലാറ്റിൽ പോ. ഇനിയിപ്പോൾ അമ്മയുടെ ഇപ്പോൾ ഫോൺ വരും. ഭയങ്കര ടൈം ടേബിളിൽ ജീവിപ്പിക്കുന്ന അമ്മയാണേ. മോനെ, നീ അമ്മ പറയുന്ന ഉപദേശം എല്ലാം കേൾക്കല്ലേ, കെട്ടിയവണ്ണി ഇട്ടിട്ട് ഓടിക്കളേ. മോളെ എന്താ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്? മാന്യമായ ഡ്രസ്സൊക്കെ ഇടാൻ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടില്ലേ? എൻ്റെ മക്കളൊന്നും ഇങ്ങനൊന്നും ഇടില്ല കേട്ടോ. മോന് ഫോണില്ലേടാ? അല്ല, എൻ്റെ ആങ്ങളെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിൻ്റെ അച്ഛൻ പണ്ടേ ഒരു പിശുക്കനാണ്. അമ്മായി വാങ്ങിത്തരടാ ഫോൺ. ഇതുപോലെ നിങ്ങൾക്ക് 1000 കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇങ്ങനെ മാതാപിതാക്കൾക്കെതിരെ സ്വന്തം മക്കളുടെ മനസ്സിലേക്ക് വിഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ബന്ധുവായാലും സുഹൃത്തായാലും ആരായാലും നമുക്കവരെ നമ്മുടെ മക്കളിൽ നിന്ന് അകറ്റി തന്നെ നിർത്താം. അതിലൊരു തെറ്റുമില്ല. ചിലരെ അകറ്റി നിർത്തേണ്ടതാണ്, അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം.